വാട്സപ്പിനകത്തെ ഏറ്റവും ഉപകാരപ്രദമായ ഒരു ഫീച്ചർ ഏതാണെന്ന് നിങ്ങൾ എന്നോട് ചോദിക്കുകയാണെങ്കിൽ ഞാൻ പറയും അത് വാട്സപ്പിനകത്തുള്ള ഈ ആർക്കൈവ്ഡ് എന്ന് പറയുന്ന ഓപ്ഷനാണ്. ഈ അടുത്ത കാലത്ത് ഈ ആർക്കൈവ്ഡിനകത്ത് മറ്റൊരു ഓപ്ഷൻ കൂടി വാട്സപ്പ് നൽകിയതോടെ അതിൻ്റെ ഉപകാരം 10 മടങ്ങ് വർദ്ധിച്ചിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞു തരുന്നത് എന്താണ് വാട്സപ്പിനകത്തെ ഈ ആർക്കൈവ്ഡ്, ഇതുകൊണ്ടുള്ള പ്രയോജനങ്ങൾ എന്തൊക്കെയാണെന്നാണ്. ഈ ആർക്കൈവ്ഡ് എന്ന് പറയുന്ന ഓപ്ഷനെ കൊണ്ട് പ്രധാനമായിട്ട് നമുക്ക് 2 പ്രയോജനങ്ങളാണ് ഉള്ളത്. ഒന്ന്, താല്പര്യമില്ലാത്ത ചില ഗ്രൂപ്പുകളിൽ നമ്മൾ അംഗമായിരിക്കും. നമ്മുടെ ബന്ധുക്കളുടെയും സുഹൃത്തുക്കളുടെയും ഒക്കെ ഗ്രൂപ്പ് ആയതുകൊണ്ട് തന്നെ നമുക്ക് അതിൽ നിന്ന് എക്സിറ്റ് പോകാൻ സാധിക്കില്ല. അപ്പോൾ ഇത്തരം ഗ്രൂപ്പുകളിൽ നിന്ന് രക്ഷപ്പെടാൻ നമുക്ക് ഈ ആർക്കൈവ്ഡ് എന്ന് പറയുന്ന ഓപ്ഷൻ ഉപയോഗിക്കാൻ സാധിക്കുന്നതാണ്. ഇതുകൊണ്ടുള്ള രണ്ടാമത്തെ പ്രയോജനം, നമ്മുടെ മൊബൈൽ ഫോൺ നമ്മളല്ലാതെ തന്നെ പലരും കൈകാര്യം ചെയ്യാറുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മുടെ വാട്സപ്പ് ചാറ്റൊക്കെ മറ്റുള്ളവരും കാണാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇത്തരം സാഹചര്യത്തിൽ നമുക്ക് നമ്മുടെ സ്വകാര്യ ചാറ്റുകൾ മറ്റുള്ളവർ കാണുന്നത് ഇഷ്ടമല്ല എങ്കിൽ വളരെ പെട്ടെന്ന് തന്നെ ചാറ്റുകൾ ലോക്ക് ചെയ്യാതെ തന്നെ മറച്ചു വെക്കാൻ സാധിക്കുന്നതാണ്. നമ്മുടെ സൗകര്യത്തിന് ആ ചാറ്റുകൾ തിരിച്ചെടുക്കാനും നമുക്ക് ഈ ആർക്കൈവ്ഡ് എന്ന് പറയുന്ന ഓപ്ഷൻ ഉപയോഗിക്കാൻ സാധിക്കുന്നതാണ്. ഇതിൻ്റെ കൂടുതൽ വിശദാംശങ്ങൾ വീഡിയോയിൽ പറഞ്ഞു തരാം. ഞാനൊന്ന് വാട്സപ്പ് ഓപ്പൺ ചെയ്യുന്നു. ഇനി നമുക്ക് വാട്സപ്പിനകത്ത് ശല്യമായതും വേണ്ടാത്തതായിട്ടുള്ള ഗ്രൂപ്പ് ഉണ്ടെങ്കിൽ ജസ്റ്റ് അതൊന്ന് നിങ്ങൾ പ്രസ് ചെയ്ത് പിടിച്ചാൽ മുകളിലായിട്ടൊരു ഡൗൺലോഡ് പോലത്തെ ഒരു ഐക്കൺ കാണാൻ സാധിക്കുന്നതാണ്. ഞാൻ കാണിച്ചു തരാം. ജസ്റ്റ് നിങ്ങൾ അതിലേക്ക് ക്ലിക്ക് ചെയ്താൽ ആർക്കൈവ്ഡ് എന്ന് പറഞ്ഞിട്ട് പുതിയൊരു ഓപ്ഷൻ നിങ്ങൾക്ക് മുകളിൽ വന്നതായിട്ട് കാണാം. ഇതുകൊണ്ടുള്ള പ്രയോജനം എന്തെന്നാൽ പിന്നീട് ആ ഗ്രൂപ്പിൽ നടക്കുന്ന ഒരു കാര്യങ്ങളും നിങ്ങൾ അറിയുകയുമില്ല, നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനും വരില്ല, നിങ്ങൾ ഗ്രൂപ്പിൽ ഇല്ലാത്ത കാര്യങ്ങൾ പോലും മറ്റുള്ളവരെ അറിയില്ല. ഇനി നിങ്ങൾക്ക് ആ ഗ്രൂപ്പ് നോക്കണമെങ്കിൽ ജസ്റ്റ് ഈ മുകളിലുള്ള ആർക്കൈവ്ഡ് എന്ന് പറയുന്ന ഓപ്ഷൻ ഓപ്പൺ ചെയ്താൽ അതിനകത്ത് ഗ്രൂപ്പ് ഉണ്ടാവും, മെസ്സേജും കാര്യങ്ങളൊക്കെ അതിനകത്ത് ഉണ്ടാവും. പിന്നെ ഇതിൻ്റെ പ്രശ്നം എന്തെന്നാൽ ആർക്കൈവ്ഡ് എന്ന് ഇവിടെ തന്നെ കാണിക്കും. ഒരാൾ നമ്മുടെ വാട്സപ്പ് ഓപ്പൺ ചെയ്താലും ആർക്കൈവ്ഡ് എന്ന് ഇവിടെ കാണിക്കും. അപ്പോൾ നമ്മുടെ പേഴ്സണൽ ചാറ്റൊക്കെ മറച്ചു വെക്കാൻ നമുക്കിത് ഉപയോഗിക്കണമെങ്കിൽ ഈ ആർക്കൈവ്ഡ് എന്ന് കാണിക്കുന്നതും ഇല്ലാതാകണം. എങ്കിൽ മാത്രമാണല്ലോ മറ്റുള്ളവർ തുറന്നാൽ ഇത് കാണിക്കാതിരിക്കും. അതിനുള്ള സൂത്രമുണ്ട്. അതിനായിട്ട് നിങ്ങൾക്ക് ഏത് വ്യക്തിയുടെ ചാറ്റാണ് ഇതുപോലെ മറച്ചു വെക്കേണ്ടത് അത് മാർക്ക് ചെയ്തിട്ട് ആർക്കൈവിൻ്റെ ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ആ വ്യക്തിയുടേത് ഈ ആർക്കൈവ്ഡിൻ്റെ അകത്തേക്ക് പോകും. പക്ഷേ ആര് വാട്സപ്പ് തുറന്നാലും ആർക്കൈവ്ഡ് ഇവിടെ കാണിക്കുമ്പോൾ പ്രശ്നമാണല്ലോ. അപ്പോൾ ഇത് മായ്ക്കാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ആ ആർക്കൈവ്ഡ് എന്ന് പറയുന്ന ഓപ്ഷൻ ഒന്ന് ഓപ്പൺ ചെയ്യുക. എന്നിട്ട് അതിൻ്റെ വലതുഭാഗത്ത് നിങ്ങൾക്കിവിടെ 3 ഡോട്ട്സ് കാണാം. അതിലേക്ക് ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് അഡ്വാൻസ്ഡ് സെറ്റിംഗ്സ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണാൻ സാധിക്കുന്നതാണ്. അതിലേക്ക് ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് ഇതുപോലൊരു ഓപ്ഷൻ ഓണായി കിടക്കുന്നത് കാണാം. അതിൻ്റെ ബട്ടൺ ഒന്ന് ഓഫ് ചെയ്താൽ മതി. പിന്നീട് നിങ്ങൾ വാട്സപ്പ് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് മുകളിൽ ആർക്കൈവ്ഡ് എന്ന് പറയുന്ന ആ ഓപ്ഷൻ കാണിക്കുകയേ ചെയ്യില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ മറച്ചു വെച്ചയാളും അതോടെ മറഞ്ഞു പോകുന്നതാണ്. ഇനി നമുക്ക് ഏത് സമയത്തും ഇത് തിരിച്ചെടുക്കാൻ സാധിക്കും. അതിനായിട്ട് ചെയ്യേണ്ടത്, നിങ്ങളിവിടെ വലതുഭാഗത്തുള്ള 3 ഡോട്ട്സിൽ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് സെറ്റിംഗ്സ് ഓപ്പൺ ചെയ്യുക. അതിനകത്ത് നിങ്ങൾക്ക് ചാറ്റ് എന്ന് പറയുന്ന ഓപ്ഷൻ കാണാൻ സാധിക്കുന്നതാണ്. അത് ഓപ്പൺ ചെയ്യുക. അപ്പോൾ ഇതിനകത്ത് താഴെയായി കീപ് ചാറ്റ് ആർക്കൈവ്ഡ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണാം. അതിൻ്റെ ബട്ടൺ ഒന്ന് ഓൺ ചെയ്ത് കൊടുത്താൽ മതി. അതോടെ നിങ്ങളുടെ ഫ്രണ്ട് പേജിൽ ഏറ്റവും മുകളിൽ ആർക്കൈവ്ഡ് എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ടാവും. അത് ഓപ്പൺ ചെയ്താൽ അതിനകത്ത് നിങ്ങൾ ലോക്ക് ചെയ്ത എല്ലാ ആൾക്കാരും ഉണ്ടാവും. ഇനി ഇവരെ നിങ്ങൾക്ക് ഈ ആർക്കൈവ്ഡ് നിന്ന് പുറത്തേക്ക് കൊണ്ടുവരണമെങ്കിൽ ആരെയാണ് കൊണ്ടുവരേണ്ടത്, ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് പിടിച്ച് ആ ബട്ടൺ അവിടെ ഉണ്ടാവും. ഇനി എല്ലാവരെയും ഒരുമിച്ചാണെങ്കിൽ എല്ലാം മാർക്ക് ചെയ്തിട്ട് ആ ബട്ടണിലേക്ക് ക്ലിക്ക് ചെയ്താൽ ആ ചാറ്റൊക്കെ നമുക്ക് തിരിച്ച് ചാറ്റ് ലിസ്റ്റിലേക്ക് തന്നെ വരുന്നതാണ്. ഇതുകൊണ്ടുള്ള ഏറ്റവും വലിയ പ്രയോജനം, പെട്ടെന്ന് നമുക്ക് കുറച്ച് പേരെ ചാറ്റിൽ നിന്ന് മറച്ചു വെക്കണമെങ്കിൽ ജസ്റ്റ് ഇതുപോലെ മാർക്ക് ചെയ്തിട്ട് ആ ബട്ടണിലേക്ക് ഒന്ന് ക്ലിക്ക് ചെയ്താൽ മതി. ആ ചാറ്റൊന്നും നമുക്ക് നഷ്ടപ്പെടില്ല. അവർ മെസ്സേജ് അയച്ചാലൊക്കെ ഇതിനകത്ത് തന്നെ കിടക്കുന്നുണ്ടാവും. അവർ തിരിച്ചു കൊണ്ടുവരണമെങ്കിലും അതുപോലെ തന്നെ മാർക്ക് ചെയ്തിട്ട് ആ ബട്ടണിലേക്ക് ക്ലിക്ക് ചെയ്താൽ ചാറ്റ് ലിസ്റ്റിലേക്ക് വന്നോളും. അവർ ചെയ്ത ചാറ്റൊന്നും നഷ്ടപ്പെടില്ല. അപ്പോൾ വാട്സപ്പിനകത്ത് ചാറ്റ് ലോക്കൊന്നും ചെയ്യാതെ വളരെ പെട്ടെന്ന് കുറച്ച് ചാറ്റുകൾ നമ്മുടെ ചാറ്റ് ലിസ്റ്റിൽ നിന്ന് മറച്ചു വെക്കാൻ പറ്റിയ ഏറ്റവും നല്ല ഓപ്ഷൻ തന്നെയാണിത്. പിന്നെ നിങ്ങളിപ്പോൾ സ്ക്രീനിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് ഈ വാക്കിന് ആർക്കൈവ്ഡ് എന്ന് തന്നെയാണ് പറയേണ്ടത് എന്നുള്ള തെളിവാണ് ഞാൻ കാണിച്ചു തരുന്നത്. കാരണം ഇതിനെക്കുറിച്ചിട്ട് തന്നെ മുമ്പ് ചെയ്ത വീഡിയോയിൽ പലരും ആർച്ചീവ് എന്നാണ് വായിക്കേണ്ടതെന്ന് തെറ്റായി പറഞ്ഞിരുന്നു. അത് തെറ്റായ പ്രൊണൗൺസിയേഷനാണ്. ആർക്കൈവ്ഡ് എന്ന് തന്നെയാണ് ഈ വാക്കിന് പറയേണ്ടത്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക. ഒരുപാട് സുഹൃത്തുക്കൾക്ക് ഉപകാരപ്പെടും. ദയവായി ഷെയർ ചെയ്യുക. ഇതുപോലെയുള്ള വീഡിയോകൾ ദിവസേന ലഭിക്കാൻ FTM ക്രിയേഷൻ്റെ ഫേസ്ബുക്ക് പേജും യൂട്യൂബ് ചാനലും സബ്സ്ക്രൈബും ഫോളോയും ചെയ്യാൻ മറക്കരുത്. അപ്പോൾ വീണ്ടും കാണുന്നത് വരെ ഗുഡ് ബൈ.